ഹായ് ഗൈസ്, കഴിഞ്ഞ 2-3 ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുഡിംഗ് കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ വേണ്ട ചൈന ഗ്രാസ് ആണ്. ചൈന ഗ്രാസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കുതിർത്താൻ വയ്ക്കാം. ആ ടൈമിൽ നമുക്കൊരു 1.5 ഗ്ലാസ് വെള്ളം ബോയിൽ ചെയ്യാൻ വയ്ക്കാം. അതിലേക്ക് ഒരു 4 സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു അത്യാവശ്യം മധുരമേ കാണുള്ളൂ. ഇനി നിങ്ങൾക്ക് ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ വേണ്ടത് സ്ട്രോബെറി എസൻസ് ആണ്. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും നല്ല എസൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. ഇനി നമുക്കിതൊരു 2 to 3 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കും വീഡിയോയിൽ എന്താ സംഭവിക്കുന്നത്, എന്താ പെട്ടെന്ന് പറ്റിയതൊക്കെ. ആരും പേടിക്കേണ്ട. ഞാനൊരു എഫക്റ്റിന് വേണ്ടിയിട്ട് റിവേഴ്സ് എഫക്റ്റ് ഇട്ട് കൊടുത്തതാണേ. പക്ഷേ സംഭവം കുളമായിപ്പോയി. പക്ഷേ സാരമില്ല, സംതിങ് വെറൈറ്റി ആയിക്കോട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ചൈന ഗ്രാസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചൈന ഗ്രാസ് ഓൾറെഡി ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 മിനിറ്റ് കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഓൾറെഡി ഇതുപോലൊരു പ്ലേറ്റിൽ ഞാൻ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രീസറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ടൊരു 2 മണിക്കൂറിന് ശേഷം എടുക്കുകയാണെങ്കിൽ ഇത് ഇതുപോലെ കിട്ടും. നമുക്ക് കട്ട് ചെയ്യാം. എൻ്റെ പൊന്നു, ഇത് എന്ത് സാറ്റിസ്ഫൈങ് ആണെന്നറിയാം ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട്. അതിലും വലിയ സാറ്റിസ്ഫാക്ഷൻ ഇതാണ്, പറഞ്ഞറിയിക്കാൻ വയ്യ. നിങ്ങൾ എന്താണല്ലോ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി മറ്റൊരു പാത്രം എടുത്ത് അതിലേക്ക് ഇതുപോലെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന എൻ്റെ ബ്രദറിൻ്റെ ടിഫിൻ ബോക്സ് ആണ്. ഈ പാത്രത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ജെല്ലീസ് ഇട്ട് കൊടുക്കുക. കുറച്ച് ജെല്ലീസ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണേ. ഇനി ഒരു കവർ പാലെടുക്കുക, അതിൽ കുറച്ച് മാറ്റി വയ്ക്കുക, ബാക്കി ബോയിൽ ചെയ്യാൻ വയ്ക്കുക. അതിലേക്ക് കുറച്ച് ഡ്രോപ്സ് ഓഫ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. ഇനി മാറ്റി വെച്ച പാൽ നമുക്ക് കോൺഫ്ലോറുമായിട്ട് മിക്സ് ചെയ്യണം. അതിനുവേണ്ടി ഒരു 4 സ്പൂൺ കോൺഫ്ലോർ എടുക്കുക. പാലുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ ഒരു കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈ എടുക്കുകയും ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഒഴിക്കുമ്പോൾ തന്നെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിൽ നമുക്ക് ഈ പാല് കിട്ടുന്നതായിരിക്കുമേ. പിന്നെ വാനില എസൻസ് ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഷുഗർ ആഡ് ചെയ്തായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. ഇനി ഈ പാലിൻ്റെ മിക്സ് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ജെല്ലിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ലെവലാവാൻ വേണ്ടി ബാക്കി മിക്സ് കൂടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി ഭംഗിക്ക് വേണ്ടി നമുക്ക് മുകളിലായിട്ട് കുറച്ച് ജെല്ലീസ് കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റൂം ടെമ്പറേച്ചറിൽ എത്തിയതിന് ശേഷം നമുക്കിതൊന്ന് 2 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്യാൻ വെക്കാം. എനിക്ക് തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ ഞാനിതങ്ങ് എടുത്തു. അതുകൊണ്ട് കംപ്ലീറ്റ്ലി സെറ്റായില്ല. സോ മുറിക്കാനൊന്നും നിന്നില്ല, സ്പൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ സത്യം പറയട്ടെ ഗായ്സ്, ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ